ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ് മൈ ഡിയർ സ്വത്തുകുട്ടികളെ. ഇന്നൊരു ഫ്രഞ്ച് ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വെട്ടിക്കുത്തി മരിച്ചതായിട്ട് 2 ബോഡി പോലീസുകാർക്ക് കിട്ടും. അവിടെ മൂന്നാമതൊരാൾ വന്നതിന്റെ അടയാളമില്ല. രണ്ടുപേർ ഇത്രയും മൃഗീയമായി തമ്മിൽ ആക്രമിച്ച് മരിക്കാനുള്ള സാധ്യതയുമില്ല. ഇതേ സമയം അയൽ ഗ്രാമത്തിൽ നിന്നും ചില കുട്ടികളെ കാണാതാകുന്നു. ആ കേസ് അന്വേഷിച്ച് മറ്റൊരു പോലീസുകാരൻ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ വീണ്ടും മൃഗീയമായ പലതരം കൊലപാതകങ്ങൾ. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ വളരെ വേഗത്തിൽ വെറി കൊണ്ട് ഓടി വരുന്നൊരു മനുഷ്യൻ. പുള്ളിയുടെ അരികിലേക്ക് ഒരു പോലീസുകാർ വന്ന് നിൽക്കുന്നു. ഫ്രാങ്ക്, നീ വിവരം അറിഞ്ഞോ എന്നാ പോലീസുകാരൻ ചോദിക്കും. ഇങ്ങേരില്ല എന്ന് പറയും. ഇതാണ് നമ്മുടെ നായകൻ ഫ്രാങ്ക്. പുള്ളിക്കാരൻ എന്തോ ഒരു ഡാറ്റ കൊടുത്തിട്ട് നീ എത്രയും പെട്ടെന്ന് പുറപ്പെട്ടോ എന്ന് പറയുന്നു. ഹീറോ താങ്ക് യു കോർട്ടസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടോ പുറപ്പെടുകയാണ്. അത് കഴിഞ്ഞ് അയൽ ഗ്രാമമാണ് കാണിക്കുന്നത്. വളരെ ഭംഗിയുള്ള നാട്. സിറ്റിയല്ല, സിറ്റി എന്നൊക്കെ ഒരുപാട് ഉള്ളിൽ മാറിയിട്ട് നമ്മൾ പണ്ട് ദ ഇൻവിസിബിൾ ഗാർഡിയൻ എന്ന സിനിമയൊക്കെ കണ്ടില്ലേ? ഏകദേശം അതേ മോഡല്, അതേപോലത്തെ ഗ്രാമം, അവിടുത്തെ സീനറികൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഗ്രാമത്തിലേക്ക് ഹീറോ വന്ന് ബസ് ഇറങ്ങുന്നു. എന്നിട്ട് വഴിയെ പോയ ഒരു കാറിന് കൈ കാണിച്ച് നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കാറുകാരി ഇച്ചിരി അഹങ്കാരിയാൻ തോന്നുന്നുണ്ട്. ചേച്ചി നിർത്തൂല. ഒരു ലുക്കും വിട്ട് ചേച്ചി ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ മുന്നിലായിട്ട് വലിയ ബ്ലോക്ക് കാണാം. ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ഇതെന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി ചേച്ചി പുറത്തേക്ക് ഇറങ്ങി മുന്നോട്ട് ചെന്ന് നോക്കുമ്പോൾ ഒരു ട്രക്കിൽ നിന്ന് കുറെ മരത്തടികൾ റോഡിലേക്ക് വീണെടുക്കുകയാണ്. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മാഡം ചെന്നിട്ട്, എന്താണ് മിസ്റ്റർ, റോഡൊക്കെ ബ്ലോക്കായി കിടക്കുന്നത്, ഞങ്ങൾക്ക് പോകാനുണ്ട്, വേഗം ഇതെല്ലാം എടുത്തു മാറ്റുന്നു പറയും. അപ്പം ആ മൊട്ടച്ചേട്ടൻ, തീർച്ചയായിട്ടും മാഡം, പെട്ടെന്ന് എടുത്തു മാറ്റാം. ഒരു കാര്യം ചെയ്യ്, ഒരു മൂലയ്ക്ക് നിങ്ങളും പിടിക്കി, 2 പേരും എടുത്തു മാറ്റാം. പറ്റില്ലല്ലോ? അപ്പോൾ വാ മൂടിയിട്ട് ചെന്ന് കാറിയിരിക്കി, പണി കഴിയുമ്പോൾ ഞങ്ങൾ വിളിക്കാമെന്ന് പറയും. പറഞ്ഞതിലൊരു ന്യായമുണ്ട്. അവരവിടെ കാര്യമായിട്ട് പണിതുകൊണ്ടിരിക്കുകയല്ലേ. ശരി, എന്തേലും ആവട്ടെ. ചേച്ചി ദേഷ്യപ്പെട്ട് തിരിച്ചു വന്ന് കാറിൽ കയറിയിരിക്കും. അപ്പോഴാണ് ഹീറോ വന്ന് കതവി മുട്ടി. വളരെ നന്ദി മാഡം, നിങ്ങൾ നിർത്താതെ പോയതിന്. ഇനിയെങ്കിലും എന്നെ പിക്ക് ചെയ്യോ? ഞാൻ ക്യാപ്റ്റൻ ഡി റോളൻഡ് ആണ്, നാഷണൽ പോലീസ് ഫോഴ്സ്. എനിക്ക് അത്യാവശ്യമായി പോകേണ്ടതുണ്ട്, എന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പം ചേച്ചി ചോദിക്കും, നിങ്ങളുടെ നാഷണൽ പോലീസിലെ വണ്ടികളൊന്നുമില്ലേ, ഇങ്ങനെ കാൽനടയായിട്ടാണ് നടക്കുന്നത്? ഹീറോ പറയും, എൻ്റെ കൊളീഗ് എന്നെ പിക്ക് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ വന്നിട്ടില്ല. എന്തെങ്കിലും ബ്ലോക്ക് ഇഷ്യൂ ഉണ്ടാവണം, എനിക്കെന്തായാലും സ്ഥലത്തേക്ക് എത്താനുണ്ട്, നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ? ശരിയെന്നാൽ കയറിക്കോളൂ എന്ന് ലേശം അഹങ്കാരത്തോടു കൂടി തന്നെ അവൾ പറയും. കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഹീറോയും വണ്ടിക്കകത്ത് കയറുന്നു. അവൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത്, എന്താണ് കേസെന്ന്. ഞാനൊരു സസ്പീഷ്യസ് ഡിസപ്പിയറൻസ് കേസ് അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത്, കൂടുതൽ പറയാൻ പറ്റില്ല, എന്നെ ഈ സ്റ്റോപ്പിൽ ഇറക്കി വിടുമെന്ന് പറഞ്ഞ് ഹീറോ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ റോഡിന്റെ ബ്ലോക്ക് എല്ലാം മാറി മൊട്ടച്ചേട്ടൻ ബായ് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിടുന്നു. അവിടെ നിന്ന് ഇവർ കാർ ഓടിച്ച് സ്പോട്ടിലേക്ക് എത്തുമ്പോഴേക്കും അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട്. ശരി, ഇതന്നെയാണ് സ്ഥലം, എന്നെ ഇവിടെ ഇറക്കിക്കോളൂ എന്ന് പറയുമ്പോൾ, ഞാനും ഇവിടെ തന്നെയാണ് ഇറങ്ങേണ്ടത്, എന്റെ ലൊക്കേഷനും ഇതന്നെയാണെന്ന് പറഞ്ഞിട്ട് ആ ലേഡി ഫോൺ കാണിച്ചു കൊടുക്കും. ഇവന് മനസ്സിലാവില്ല. എനിക്ക് നേരത്തെ മനസ്സിലായ അവള് പോലീസാന്ന്. ഹീറോയ്ക്ക് നമ്മുടെ അത്ര ബുദ്ധിയില്ല. എന്തായാലും അവിടെ ഒരു പോലീസുകാരനുണ്ട്. അദ്ദേഹം ഇൻസ്പെക്ടർ ഗാർഡിയാനോ, നിങ്ങളെ വെൽക്കം ചെയ്യുന്നു, അകത്താണ് ബോഡി ഉള്ളത്, ചെന്ന് കാണാമെന്ന് പറയും. അപ്പൊ ഹീറോയിൻ, ഇവിടെ ക്യാപ്റ്റൻ ഡി റോളൻഡ് കൂടെ വന്നിട്ടുണ്ട്, അദ്ദേഹം നാഷണൽ പോലീസ് എന്നാണ് വന്നിരിക്കണമെന്ന് പറയും. നമ്മുടെ ഹീറോയിനെയും കൂടി മറ്റേ പോലീസിന് പരിചയപ്പെടുത്തുക. എല്ലാവരും പരസ്പരം വണക്കം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ലേഡി പോലീസ് ഹീറോയോട് ചോദിക്കും, താനൊരു നല്ല പോലീസുകാരനായിരുന്നെങ്കിൽ വണ്ടി കയറിയപ്പോൾ തന്നെ എന്നെ കണ്ടുപിടിച്ചേനെന്ന്. ഹീറോ പറയും, എനിക്കതിന്റെ ആവശ്യം തോന്നിയില്ല, എനിക്ക് എന്റെ ജോലി ഇവിടെ ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് കുട്ടികളെ കാണാതായി, ആ കേസുമായിട്ട് ഈ ക്രൈമിന് ബന്ധമുണ്ടോ എന്നറിയണം, അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ നടന്നിരിക്കുന്ന ഹോമിസൈഡ് കേസിൽ എനിക്ക് ബന്ധമില്ല, അത് നിങ്ങളുടെ ക്രൈമാണ് മാഡം. എന്നാൽ ശരി, ഞാൻ ചെന്ന അവസ്ഥ കാണട്ടെ എന്ന് പറഞ്ഞ് ഹീറോയിൻ ആ വീടിനകത്തേക്ക് കയറി ചെല്ലുന്നു. ഹീറോ പിന്നാലെ പോകുന്നില്ല. ഈ ഹോമിസൈഡ് കേസുമായിട്ട് അവന് ബന്ധമില്ല, അവന് കുട്ടികളുടെ മിസ്സിംഗ് കേസ് അന്വേഷിച്ചാൽ മതി. അതുകൊണ്ട് ഈ വീടിന് ചുറ്റും മറ്റെന്തോ അന്വേഷിച്ചാണ് ഹീറോ നടക്കുന്നത്. ഇവിടെ വീടിനകത്തേക്ക് കയറി ചെന്ന പെണ്ണ് വളരെ മൃഗീയമായ ഒരു അവസ്ഥ കണ്ട് ഞെട്ടിക്കണ്ണ് പുറത്തു വന്ന അവസ്ഥയാ. ഒരു സ്ത്രീയും പുരുഷനും ഭാര്യ ഭർത്താക്കന്മാരാ. വെട്ടി കീറി കുത്തി മൊത്തം ചോരക്കളം. അവരുടെ ശരീരത്തെ പല ഭാഗവും മുറിഞ്ഞു പൊളിഞ്ഞു തൂങ്ങുന്നുണ്ട്. മുഴുവൻ രക്തം മാത്രമാണ് ആ വീട്ടിൽ. ഈ നേരത്ത് ഹീറോ ഈ വീട്ടുകാരുടെ കാർ ഷെഡിനകത്ത് നിന്നും ഒരു വെള്ള വാൻ കണ്ടുപിടിക്കുന്നു. ആ വാനകത്ത് കാര്യമായിട്ട് ഹീറോ പരിശോധിക്കുന്നുണ്ടാവും. ഇവിടെ വീടിനുള്ളിൽ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന പോലീസുകാരനല്ലേ, അദ്ദേഹം ക്രൈം സീനിലെ ഡീറ്റെയിൽസ് പറയുകയാണ്. 2 പേരും പരസ്പരം ആക്രമിച്ചിട്ടുണ്ട്. അവർക്ക് കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ആക്രമിച്ചതായിട്ടാണ് കാണുന്നത്. പരസ്പരം തടഞ്ഞതിന്റെ, ഡിഫെൻസ് ചെയ്തതിന്റെ അടയാളമൊന്നും കാണുന്നില്ല. 2 പേരുടെയും ജോലി എന്താന്ന് ചോദിക്കുമ്പോൾ, ലേഡി ഒരു ബേക്കറിയിൽ വർക്ക് ചെയ്യുന്നു, ആണിന് പണിയൊന്നുമില്ല. 12 വയസ്സുള്ള ഒരു പയ്യനുണ്ട്, മകനുണ്ട്. അവൻ ഇതുവരെ പോലീസിന് കണ്ടുകിട്ടിയിട്ടില്ല. പിന്നെ വീടിനകത്തേക്ക് ആരും അതിക്രമിച്ച് കയറിയതിന്റെ അടയാളമൊന്നുമില്ല.
കയറിയതിന്റെ അടയാളമില്ല. അതേസമയം വീടിനകത്ത് നിന്ന് ലോക്ക്ഡ് ആയിരുന്നു എല്ലാ ഡോറുകളും. പിന്നെ ആരായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? ഹീറോയിൻ വീടിനകത്തൂടെ ചുറ്റും നടക്കും, എന്തെങ്കിലും തെളിവ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. ഒന്നും കാണുന്നില്ല. ബേസ്മെന്റിലേക്കുള്ള വഴി കാണാം. അതിലൂടെ ബേസ്മെന്റിലേക്ക് ചെല്ലുന്നു. അവിടെ മൊത്തം ഇരുട്ടാണ്. പെട്ടെന്ന് എന്തോ ഒരു രൂപം പാസ് ചെയ്ത് പോയതായിട്ട് അവൾക്ക് തോന്നും. ഇവൾ ഉടനെ തോക്കെടുത്ത് പോലീസ്, ഞങ്ങൾ പോലീസാണ്, ആരാണെങ്കിലും മുന്നിലേക്ക് വരൂ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്നു പറയും. ആരും മുന്നിലേക്ക് വരുന്നില്ല. ഇവൾ ടോർച്ച് അടിച്ച് വീണ്ടും അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു കുഞ്ഞ് പേടിക്കുന്ന ശബ്ദം. ഈ ദമ്പതിമാരുടെ കുഞ്ഞ്, ആ 12 വയസ്സുള്ള മകൻ ഒരു മൂലയ്ക്ക് പേടിച്ചരണ്ടിരിക്കുകയാണ്. എന്തോ കണ്ട് പേടിച്ചരണ്ടിരിക്കുക. എന്താ മോനെ പറ്റിയത്? എന്താണ്? ആർ യു ഓക്കെ എന്ന് ഇവള് ചോദിക്കുമ്പോൾ ആ പയ്യൻ പറയും, അവൻ ഇവിടെ വന്നിരുന്നു, ദ സോൾ ഈറ്റർ, അയാൾ വന്നിരുന്നു. എന്താ പയ്യൻ പറയണേന്ന് മനസ്സിലായിട്ടില്ല. ഈ നേരത്ത് ഹീറോയ്ക്ക് ആ വെള്ള വണ്ടിയിൽ നിന്ന് മരം കൊണ്ട് ചെത്തിയ ഒരു പ്രേതരൂപം കിട്ടും. അത് അവൻ എടുത്തു വെക്കുന്നുണ്ട്. ഇവിടെ കുഞ്ഞ് പേടിച്ചരണ്ടിരിക്കുകയാണ്. അവൻ എന്തൊക്കെയോ പിച്ചും പേയും പറയായിരിക്കും വിചാരിച്ചിട്ട് ലേഡി പോലീസ് അവനെയും വിളിച്ച് കണ്ണും പൊത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാണ്. ഈ നേരത്ത് അവിടെ നടക്കുന്ന സീനുകളെല്ലാം വേറെ ആരോ വാച്ച് ചെയ്തിട്ട് അയാൾ മറ്റൊരു ബൈക്കുകാരനെ വിളിച്ച് പറയുന്നുണ്ട് അവർക്ക് ആ കുഞ്ഞിനെ കിട്ടി, ആ കുഞ്ഞ് ഷോക്കിലായിരുന്നു, കുഞ്ഞിനെ അവര് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് മറ്റാരോ വിളിച്ചൊരു ബൈക്കറിനോട് പറയുന്നുണ്ടാവും. അത് യാരിന് പുരിയല്ലേ. എനിവേ ഈ സീനെല്ലാം കഴിയുമ്പോൾ ഹീറോ ലേഡി പോലീസിന് കുറെ കുട്ടികളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഈ കുട്ടികളെല്ലാം മിസ്സിംഗ് ആണ് അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും. ഞങ്ങൾക്ക് ആ കേസിൽ ഒരു ലീഡും തന്നെ കിട്ടിയിട്ടില്ല ഇതുവരെ. ഒരേ ഒരു അറിവ്, ഈ കുട്ടികളെ കാണാതാവുന്ന സമയത്ത് അവിടെ അടുത്തുണ്ടായിരുന്നവർ ഒരു വൈറ്റ് വാൻ കണ്ടിട്ടുണ്ട് എന്നാണ്. ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ട് അതുപോലൊരു വൈറ്റ് വാൻ എവിടെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഈ ദമ്പതികളുടെ കൊലപാതകം നടക്കുന്ന അവരുടെ വീട്ടിൽ ഇതുപോലൊരു വൈറ്റ് വാൻ ഉണ്ടെന്നുള്ള വിവരം ഞങ്ങളുടെ സ്റ്റേഷൻ അറിയുന്നു. സോ ഇവർക്കും ആ കേസിന് ബന്ധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയും ഹീറോ. അപ്പൊ ഹീറോയിൻ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു ഡബിൾ ഹോമിസൈഡാണ്. ആ കേസ് അന്വേഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ കേസുകൾ ഞാൻ ഒറ്റയ്ക്ക് അന്വേഷിക്കാറുള്ളൂ. തന്നെ കൂട്ടാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ആദ്യം എന്റെ ഈ മേർഡർ കേസ് അന്വേഷിക്കട്ടെ. അതിന് നിങ്ങൾ ആരുടെയും ശല്യം ഉണ്ടാവാൻ പാടില്ലെന്ന് ഞാൻ മോളി വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ അല്ലേ, ഡീലല്ലേ എന്നും പറഞ്ഞ് ഇവൾ ഇറങ്ങിപ്പോകും. എന്തോ പോലീസുകാരുടെയൊക്കെ ഒരു ഈഗോ പോലെ അവന്റെ കേസിൽ ഇൻവോൾവ് ആവാൻ ഇവൾക്ക് താല്പര്യമില്ല. എന്തായാലും നമ്മുടെ ഹീറോ ഈ കേസും നാടും വിട്ടുപോകാൻ തീരുമാനിച്ചിട്ടില്ല. അവന് പെർമിഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവന്റെ ഫ്ലാറ്റിലേക്ക് ആരോ വന്ന് കയറിയതിന്റെ ശബ്ദം കേൾക്കുക. പെട്ടെന്ന് ഹീറോ പുറത്തിറങ്ങും. ആളെ കാണുന്നില്ല. സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിട്ടുണ്ട്. എന്തോ ആരോ പരിശോധിച്ചാണ്. ഹീറോ പുറകെ ഓടിച്ചെന്ന് റിസപ്ഷനിൽ ചോദിക്കുമ്പോൾ അവരാരെയും കണ്ടിട്ടില്ലെന്ന് പറയും. പക്ഷെ ആരോ കാര്യമായി വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഹീറോയും വരിക. എന്റെ മുറിയിൽ ആരോ വന്നിട്ടുണ്ട്, വന്ന് ഇറങ്ങിപ്പോയി എന്ന് ഹീറോ പറയുമ്പോൾ ഹീറോയിൻ, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. നീ പറഞ്ഞ വാനിൽ നിന്നും ബ്ലഡിന്റെ ട്രേസോ ഫിംഗർ പ്രിന്റോ ഒന്നും തന്നെ പോലീസുകാർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ബ്ലോക്കാണ്. സോ നിനക്ക് തിരിച്ചു പോകാം ഫ്രാങ്ക്, എന്നെ ഇനി ശല്യം ചെയ്യരുതെന്നും പറഞ്ഞ് അവള് ബൈ പറഞ്ഞു പോകും. നേരെ അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ മേയർ വന്നിട്ടുണ്ടാവും. ഞങ്ങളുടേത് ചെറിയൊരു ഗ്രാമമാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സ്നേഹത്തോടെ കഴിയുന്ന ആൾക്കാർ. ഇങ്ങനെയുള്ള ക്രൈമിനെ കുറിച്ച് പുറത്ത് ആൾക്കാർ അറിയുകയാണെങ്കിൽ അവർ പേടിക്കും. അതുകൊണ്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ ഒരുപാട് കൊട്ടിഘോഷിക്കരുത്, വലിയ വാർത്തയില്ലാതെ ചെയ്ത് തീർക്കണം എന്ന് പറയും മേയർ. ഹീറോയിൻ, ഇതെനിക്ക് വലിയ വാർത്തയാക്കണമെന്നില്ല, പക്ഷെ നിങ്ങളുടെ ലോക്കൽ പോലീസ് 12 വയസ്സുള്ള ഒരു പയ്യൻ ആ വീടിനകത്തുണ്ടായിട്ട് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ അവസ്ഥയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നാട്ടുകാർ അറിയും. അപ്പൊ പോലീസുകാർ പറയും, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്തു. പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഞങ്ങൾ ഉപദേശിക്കൊന്നും വേണ്ട. സിറ്റിയിൽ നിന്ന് വരുന്ന പലരും ഇങ്ങനെ തന്നെയാണ് പറയുക. ഇവിടുത്തെ അവസ്ഥ നിങ്ങൾക്കറിയോ? ഞങ്ങൾ പോലീസുകാർ പോലും എണ്ണക്കുറവാണ്. ഒരു 15 ദിവസം മുന്നേ ചെറിയൊരു ടൂറിസ്റ്റ് പ്ലെയിൻ ഞങ്ങളുടെ കാട്ടിലാണ് ഇടിച്ചു വീണത്. ടിവിയിൽ പ്രസംഗിക്കാൻ ഒരുപാട് പേര് കാണും, പക്ഷെ സഹായത്തിന് ഇവിടെയുള്ള 3-4 പോലീസുകാരെ കണ്ടുള്ളൂ. ഹീറോയിൻ മേയറുടെ ഈ പരാതികളൊന്നും അങ്ങനെ വകവയ്ക്കുന്നില്ല. എല്ലാ നാട്ടിലും കാണും ഇങ്ങനെ ചൊറിയാൻ ആരെങ്കിലും. സോ അത് ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് കോള് വരുന്നത്. അവള് പോലീസുകാരെ വിളിക്കും. എത്രയും പെട്ടെന്ന് നിങ്ങൾ കൂടെ വരൂ, നമുക്ക് മോർഗിലേക്ക് പോകാനുണ്ടെന്ന് പറയും. ആ ബോഡികളുടെ ഓട്ടോപ്സി റിപ്പോർട്ട് വാങ്ങിക്കണം. അങ്ങനെ ഇറങ്ങാൻ നേരത്താണ് മേയർ വീണ്ടും കണ്ടിട്ട്, മാഡം, നിങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം. ഈ നാടിന് വലിയ വരുമാനമൊന്നുമില്ല. ഹൈവേ ഉള്ളതുകൊണ്ട് ആരും ഈ ഗ്രാമത്തിലേക്ക് വരാറേയില്ല. ഇവിടുത്തെ പല ബിസിനസ്സുകളും അടച്ചു പൂട്ടിയിരിക്കുക. ഈ പേടിക്കഥകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതുകൊണ്ട് സ്കൂളുകൾ പോലും തുറക്കുന്നില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് പല കാര്യങ്ങളും റൺ ചെയ്യിക്കുന്നത്. ഹീറോയും പറയും, ഞാനിപ്പോൾ എന്ത് കുറ്റാണ് ചെയ്ത്? ഞാനൊരു ക്രൈം സോൾവ് ചെയ്യാൻ വന്നതല്ലേ. മേയർ പറയും, അതിങ്ങനെ വലിയ ക്രൈം ആക്കേണ്ട ആവശ്യമില്ല. ഭാര്യ ഭർത്താവ് അടികൂടി തമ്മി അറ്റാക്ക് ചെയ്ത് മരിച്ചു എന്ന് എഴുതിയാൽ പോരെ? അത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾ എന്തിനാണ് പുതിയതായ ഓരോ കാര്യങ്ങൾ ഊഹിച്ചെടുക്കുന്നത്? വീട്ടിലേക്ക് തിരിച്ചു പോകൂ, അതാണ് നല്ലത്. ഹീറോയിൻ ചിരിക്കുകയുള്ളൂ, മറുപടി ഒന്നും പറയില്ല. ഞാനിത് കണ്ടുപിടിച്ചിട്ടേ തിരിച്ചു പോകൂ എന്നാണ് അവളുടെ മുഖം പറയുന്നത്. ഈ സമയത്ത് നമ്മുടെ ഹീറോ ഈ രക്ഷപ്പെടുത്തിയ ആ ദമ്പതികളുടെ മോനെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലേ, ആ ആശുപത്രിയിലേക്ക് വരും. അവിടുത്തെ ഡോക്ടറോട്, എനിക്ക് ഈ മകനെ കാണണം, ഞാൻ പോലീസുകാരനാണ്, ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്ന് പറയുമ്പോൾ ആ ഡോക്ടർ, ഞാൻ ഇവിടുത്തെ ചൈൽഡ് സൈക്യാട്രിസ്റ്റ് ആണ്, കുഞ്ഞ് വലിയ ട്രോമയിലൂടെ കടന്നുപോയിരിക്കുന്നു, അവനിപ്പോൾ വേണ്ടത് റെസ്റ്റാണ്. ഒരു പോലീസുകാർക്കും ഇപ്പോൾ അവനെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ പോയിട്ട് പിന്നീട് വരും.
ഇതും പറഞ്ഞ് ഡോക്ടർ ഹീറോയെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു. ഡോക്ടറുടെ നിൽപ്പ് നോട്ടൊന്നും അത്ര രസമില്ല. എന്നാൽ ഹീറോ അവിടെ നിന്ന് ഇറങ്ങിപ്പോവില്ല. ഒളിച്ചും പാത്തു വരുന്നു. ഈ ഡോക്ടർമാരൊക്കെ ഇറങ്ങിപ്പോയ സമയം നോക്കി ചെറുക്കൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട്, ഹലോ ഇവാൻ, എൻ്റെ പേര് ഫ്രാങ്ക് എന്നാണ്, ഞാനൊരു പോലീസുകാരനാണ്. ചില കാര്യങ്ങൾ നിന്നോട് ചോദിച്ചറിയാനുണ്ട്. നിന്റെ പാരൻസിന് സംഭവിച്ചത് വലിയൊരു ദുരന്തമാണ്. അത് കേട്ട ആ പയ്യൻ പറയും, നീ കള്ളനാണ്, നീ പറയുന്നതെല്ലാം കള്ളത്തരാണ്, നിന്റെ ശബ്ദത്തിൽ നിന്നും എനിക്കത് മനസ്സിലാക്കും. അപ്പൊ ഹീറോ, എനിക്ക് നിന്നെ ആലോചിച്ച് വിഷമമുണ്ട്, സത്യമായിട്ടും വിഷമമുണ്ട്. എന്നാൽ ശരി, നീ എന്നോട് സംസാരിക്കേണ്ട, നമുക്ക് ചെറിയൊരു ഗെയിം കളിക്കാം, ഒരു യെസ് ഓർ നോ ഗെയിം. ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കും, നീ യെസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. നിന്റെ വീട്ടിലുള്ള ആ വാൻ, വെളുത്ത വാൻ, അത് നിന്റെ അച്ഛനമ്മയുടേതാണോ? അവൻ അതേന്ന് പറയും. ഹീറോ തന്റെ കയ്യിലെ ഫോട്ടോസ് കാണിച്ചു കൊടുത്തിട്ട്, ഈ ഫോട്ടോസിലുള്ള കുട്ടികളെ നിനക്കറിയോന്ന് ചോദിക്കും. അവൻ അതേന്ന് പറയും. അവരിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കും. അപ്പൊ അവൻ അതിന് തിരിച്ച്, നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ, ഇല്ല എനിക്കറിയില്ല, അവരന്വേഷിച്ചാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയും. അപ്പൊ അതിന് ആ കുഞ്ഞൊന്നും മിണ്ടുന്നില്ല. ഹീറോ സംശയപ്പെട്ട്, ഈ കുട്ടികൾക്ക് ഇപ്പൊ ജീവനുണ്ടോ, അവര് മരണപ്പെട്ടോ എന്ന് ചോദിക്കും. അവൻ അതെ, അവര് മരണപ്പെട്ടു എന്ന് പറയും. എല്ലാവരും, അതെ, എല്ലാവരും മരണപ്പെട്ടു എന്ന് പറയും. ഈ കുട്ടികളെ ഉപദ്രവിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞു പറയാണ് ദ സോൾ ഈറ്റർ ആണെന്ന്. ദ സോൾ ഈറ്റർ, ആ സോൾ ഈറ്റർ ആരാണ്, അവൻ എവിടെയാണ് ഉള്ളതെന്ന് ഫ്രാങ്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ കുഞ്ഞ് ഫ്രാങ്കിന് പിന്നാലെ ഒരു വിചിത്ര പ്രേതരൂപം നിൽക്കുന്നതായിട്ട് കാണും. അവൻ കണ്ട് പേടിക്കുന്നു, ഒന്നും മിണ്ടുന്നില്ല. അവന്റെ ഞെട്ടിത്തുറിച്ചിരിക്കുന്ന കണ്ണ് കണ്ട് ഫ്രാങ്ക് തിരിഞ്ഞു നോക്കും. അവിടെ ആരുമില്ല. അപ്പോഴാണ് ഹീറോ ശ്രദ്ധിക്കുന്നത്, ഈ കുഞ്ഞു പയ്യന്റെ ശരീരത്ത് ഒരുപാട് മുറിപ്പാടുകളുണ്ട്. ഇതവൻ നോക്കി നിൽക്കുമ്പോഴേക്കും ആ വെളിയിറങ്ങിപ്പോയ ഡോക്ടർ തിരിച്ചു വന്നു. താൻ എന്താടോ ഇവിടെ കാണിക്കുന്നത്, ഞാൻ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, ഇറങ്ങിപ്പോന്ന് പറഞ്ഞ് മിരട്ടി ഡോക്ടർ ഹീറോയെ പറഞ്ഞു വിടുന്നു. ഈ സമയത്ത് നമ്മുടെ ലേഡി പോലീസ് ആ ദമ്പതികളുടെ ഓട്ടോപ്സി മുറിയിലാണ്. അവിടുത്തെ ഡോക്ടർ ബോഡി ചെക്ക് ചെയ്ത് മരണകാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. സ്ത്രീയുടെ ശരീരത്ത് 81 മുറിപ്പാടുകളുണ്ട്. ആണിന്റെ ശരീരത്ത് 73 മുറിപ്പാടുകൾ. അതെല്ലാം തന്നെ വീട്ടിൽ നിന്ന് കിട്ടിയ ചെറിയ ചെറിയ ആയുധങ്ങൾ കൊണ്ട്, ബ്രോക്കൺ ഗ്ലാസ് കൊണ്ടും ഫോർക്ക് കൊണ്ടും തമ്മി കുത്തിയതാണ്. രണ്ടുപേരുടെയും പല്ലുകളിൽ ഹ്യൂമൻ ഫ്ലഷ് ഉണ്ട്. രണ്ടുപേരും പരസ്പരം കടിച്ചു തിന്നിട്ടുണ്ട്. പരസ്പരം മുറിവേൽപ്പിച്ച് ആദ്യം മരണപ്പെട്ടത് സ്ത്രീയാണ്. രണ്ടാമത് പുരുഷൻ സ്വന്തം ശരീരത്ത് വീണ്ടും വീണ്ടും കുത്തി അയാളും മരണപ്പെട്ടു. ഒരു മനുഷ്യനും ഇത്ര മൃഗീയമായി ആത്മഹത്യ ചെയ്യില്ല, സ്വന്തം ശരീരത്ത് കുത്തി. ഇത്രയും വിചിത്രമായ ഒരു കേസ് എൻ്റെ സർവീസിൽ ആദ്യമാണ്. ഇത് നമ്മൾ മലയാള പടങ്ങളിലും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ പറഞ്ഞത് ഹോണസ്റ്റായിട്ടാ. ഇതിലും വിചിത്രമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ തമ്മി കുത്തി ചാകുന്ന സമയത്ത് രണ്ടുപേർക്കും ഓർഗാസം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അംശവും ഡോക്ടർക്ക് ബാക്കി കിട്ടിയിട്ടുണ്ട്. അതായത് അത്യധികം ആനന്ദത്തോടെ ഓർഗാസം ഉണ്ടായിട്ടാണ് ഇവര് മരണപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പോലീസുകാരുടെ കണ്ണ് തള്ളിപ്പോകും ഇങ്ങനൊരു സംഭവം കേട്ട്. വീണ്ടും മലയും കുന്നും താഴ്വരകളും നല്ല ഭംഗിയുണ്ട് കാണാൻ. അതൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് ഹീറോ ഈ ക്രൈം സംഭവിച്ചില്ലേ, ആ വീടിന്റെ തൊട്ടടുത്തായിട്ട് ഒരു അയൽക്കാരി ഉണ്ടാവും. ആ അയൽക്കാരിയെ ചെന്ന് കാണുന്നു. പൈസ കൊടുക്കാനായിരിക്കുന്നു വിചാരിച്ച് ആ പെണ്ണ് വരുമ്പോൾ, ഞാൻ പോലീസുകാരനാ, ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയും. ആ പെണ്ണ് പോടാ പുല്ലേന്ന് പറഞ്ഞ് വീടിനകത്തേക്ക് കയറിപ്പോകുന്നു. അപ്പോൾ ഹീറോ മിരട്ടും, എനിക്ക് വേണമെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം, അതിന് മുതിരണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുന്നത്, പറയുകയാണെങ്കിൽ നിന്നെ വെറുതെ വിടാന്ന് പറയും. ശരിയെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് വന്ന്, ഞാൻ പോലീസുകാരോട് എല്ലാ വിവരങ്ങളും പറഞ്ഞാണല്ലോ, പിന്നെ തനിക്കെന്താണ് സ്പെഷ്യലായിട്ട് അറിയേണ്ടത്? ഹീറോ ചോദിക്കും, ആ പോലീസുകാരെ പോലെയല്ല ഞാൻ CBI പോലീസാണ്, നിങ്ങൾക്ക് അവരെ നന്നായിട്ട് അറിയാമോ? ലേഡി പറയും, ഇവിടെയുള്ള ആർക്കും അവരെ നന്നായിട്ട് അറിയില്ല, അവരങ്ങനെ അയൽക്കാരോട് സംസാരിക്കുന്ന ടീംസ് അല്ല. അപ്പൊ ഹീറോ ചോദിക്കും, അവർക്കൊരു വൈറ്റ് വാൻ ഉണ്ട്, ആ വാൻ അവർ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ടോ? അതിന് ആ പെണ്ണ്, താൻ എന്ത് ചോദിക്കുന്നു, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അവർക്കൊരു മെനകെട്ട ചെറുക്കനുണ്ട് മകനായിട്ട്, അവൻ സ്വന്തമായിട്ട് ഇങ്ങനെ സംസാരിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ട്, അത് മാത്രമേ എനിക്കറിയുള്ളൂ. അവനായിരിക്കണം ഞങ്ങളുടെ പട്ടിയെ കൊന്നിട്ടുണ്ടാവുക. ഒരു ദിവസം ഞങ്ങളുടെ പട്ടി അവൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയതാ, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ചോദിക്കാൻ ചെന്നിട്ട് അവർ ഡോറ് പോലും തുറന്നിട്ടില്ല. സൈക്കോകളാന്ന് തോന്നുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല എന്ന് പറയും. അപ്പൊ ഹീറോ തന്റെ കയ്യിലെ കുട്ടികളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇവരെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ നേരത്താണ് ആ പെണ്ണിന്റെ കാമുകൻ മൊട്ടത്തലയും പുറത്തിറങ്ങി വരിക. ആഹാ, ഇവനായിരുന്നു റോട്ടി മരം വീണപ്പോൾ എടുത്ത് മാറ്റി വെച്ച ചങ്ങായി അല്ലേ, നമ്മുടെ ലേഡി പോലീസിനോട് ചൂടായവൻ. ആള് കുറച്ച് ടഫാന്നുള്ള രീതിയിൽ, നിനക്ക് എന്താടോ വേണ്ടത്, നീ പോലീസുകാരനാണെങ്കിൽ എന്തും ചോദിക്കോ എന്നും പറഞ്ഞ് മിരട്ടി നിൽക്കുക. ഹീറോ, എനിക്ക് 1-2 കാര്യങ്ങൾ ചോദിക്കാനുള്ളൂ, ഞാനത് ചോദിച്ചിട്ട് പോകും, ഈ പിള്ളേരെ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കും. അവനത് നോക്കാതെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട്, കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം നിനക്കെന്താന്ന് ചോദിക്കാം. ഉടനെ പൊട്ടിക്കണമായിരുന്നു ചെള്ളക്കി. പക്ഷെ ഹീറോ കുറച്ചുകൂടെ ഡീസൻ്റാന്ന് തോന്നുന്നു. എന്തായാലും അവൻ്റെ കോളറിനെ കയറി പിടിച്ച് നിന്നെ കൊല്ലൂടാന്ന് പറയുന്നുണ്ട്. നീ ചൂടനാണെങ്കിൽ ഞാൻ അതിലും വലിയ ചൂടനാടാ, തല തല്ലി പൊളിക്കും. ആ പെണ്ണെങ്ങനെയൊക്കെ ഇടയിൽ കയറി, ദയവേത് ഞങ്ങളെ വിട്ടേക്കോ, ഞങ്ങൾക്ക് ഈ കേസിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നും പറഞ്ഞ് കാമുകനെയും വിളിച്ച് അകത്തേക്ക് പോകും. ഈ സമയത്ത് ഹീറോയ്ക്ക് കോർട്ടസ് എന്ന് പറയുന്ന ഏതോ ഒരു സുഹൃത്ത് വിളിക്കുന്നുണ്ട്. ഹീറോ ഫോൺ എടുക്കുന്നില്ല. ആ സുഹൃത്ത് ആരാണെന്ന് അറിയുന്നില്ല, ഭാവിയിൽ അറിയാം. ഇപ്പം എന്തായാലും ഹീറോ ആ മരണം സംഭവിച്ച വീടിനകത്തേക്ക് കയറി ചെല്ലുന്നു. മുഴുവൻ രക്തക്കളമായിരിക്കുന്ന വീട്. മെല്ലെ വീടിനകത്തേക്ക് ചെന്നൊരു മുറി നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ ലേഡി പോലീസ് അങ്ങോട്ട് വരുന്നത്. അവള് വന്നിട്ട്
നീ എന്താണ് ഇവിടെ കാണിക്കുന്നത്, നീ ഇനി നാട്ടിൽ പോയില്ലേന്ന് ചോദിക്കും. എനിക്ക് ചെറിയ ചില കാര്യങ്ങൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞ് ഹീറോ ആ മുറി തുറന്ന് അകത്തേക്ക് വരുന്നു. നീ ആശുപത്രിയിലേക്ക് ചെന്ന് ആ കുഞ്ഞിനെ കാണാൻ ശ്രമിച്ചതുകൊണ്ട് എന്നെയും അവർ ആ കുഞ്ഞിനെ കാണിച്ചില്ല. നിന്റെ മണ്ടത്തരങ്ങൾ എന്റെ കേസിനെ ബാധിക്കുന്നുണ്ടെന്ന് ഹീറോയും പറയും. ഇവൻ അതൊന്നും ശ്രദ്ധിക്കാതെ ചുറ്റും നടക്കുന്നു. എന്നിട്ട് ഹീറോ ലേഡി പോലീസിനോട് പറയുന്നുണ്ട്, സത്യം എന്താണെന്ന് അറിയാൻ നീ ആഗ്രഹിക്കുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഞാനും. ഇവിടെയുള്ള പോലീസുകാർ എങ്ങനെയെങ്കിലും ഈ കേസ് ക്ലോസ് ചെയ്യാൻ വിചാരിക്കുമ്പോൾ നീ അതിലെന്തോ ഒളിഞ്ഞു കിടപ്പുണ്ട്, അതറിയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെയാണ് ഞാനും. ആ മിസ്സിംഗ് കിഡ്സിന്റെ കേസിൽ ഈ ദമ്പതികൾക്ക് പങ്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഹീറോയും പറയും, നിന്റെ സംശയമല്ല എന്റെ സംശയം. ഇവരുടെ കൊലപാതകത്തിൽ മറ്റൊരാൾക്ക് പങ്കുണ്ടോ എന്നതാണ് എന്റെ സംശയം. ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. നീ എന്താ വിചാരിക്കണേന്ന് അവൾ ചോദിക്കും. ഹീറോ പറയും, ഞാൻ ആ കുഞ്ഞിനെ കണ്ടിരുന്നു. അവന്റെ ശരീരത്തിൽ മുഴുവൻ മുറിപ്പാടുകളുണ്ട്. അവൻ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ മുറി കണ്ടില്ലേ, തനിക്ക് എന്തെങ്കിലും സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയോ? ഹീറോയും പറയും, ഒരു കുഞ്ഞിന്റെ മുറി ഇത്രയും വൃത്തിയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ ഹീറോ, എക്സാക്ട്ലി, ആ കുഞ്ഞ് ഇവിടെ ജീവിച്ചിട്ടില്ല. അവന്റെ മുറി ഇതല്ലായിരുന്നു. ഇവര് നേരെ ബേസ്മെന്റിലേക്ക് ചെല്ലുന്നു. അവിടെ ബെഡും തലയണയും കുട്ടികളുടെ കളിപ്പാട്ടമൊക്കെ ഉണ്ട്. സോ ഈ പാരന്റ്സ് കുട്ടിയെ നല്ലൊരു മുറിയിൽ പോലും അല്ല കിടത്തിയിട്ടുണ്ടായിരുന്നത്. ബേസ്മെന്റിൽ ഒരു ഇടുക്ക് മുറിയിലാണ് ഈ കൊച്ചിനെ അവർ കിടത്തിയിരുന്നത്. ഇത് കണ്ട ഉടനെ ലേഡി പോലീസ് പറയും, ഞാൻ എന്തായാലും ഈ കുഞ്ഞു പഠിച്ച സ്കൂളിലേക്കും ഒന്ന് ചെന്ന് അന്വേഷിക്കാം. അവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാതിരിക്കില്ല. ഈ കുട്ടി കിടന്നിടത്ത് നോക്കുമ്പോൾ ഒരു പാവക്കുട്ടിയെ പ്രേതത്തെ പോലെ പണിത് വെച്ചിട്ടുണ്ട് ആ കുട്ടി, ദ സോൾ ഈറ്റർ. അതിനെക്കുറിച്ച് അവൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എന്നോടും പറഞ്ഞു എന്ന് ഹീറോയും പറയും. ഇവർ വീണ്ടും വീടിന് മുകളിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചതിന്റെ ഇൻവോയ്സുകൾ കിടപ്പുണ്ട്. പക്ഷെ കമ്പ്യൂട്ടർ ഇവിടെ കാണുന്നില്ല. ഹീറോ, നിങ്ങൾ ഏതെങ്കിലും കമ്പ്യൂട്ടർ സീസ് ചെയ്തെന്ന് ചോദിക്കും. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ലെന്ന് ഹീറോയും പറയുന്നുണ്ട്. അപ്പോഴാണ് ഒരു കോള് വരിക. കമ്മീഷണറുടെ കയ്യിൽ നിന്നാണ് കോള്. കമ്മീഷണറോട് എന്തോ സംസാരിച്ച് ഹീറോയിൻ ഈ വീടിന്റെ പരിസരത്തൂടെ നടക്കുമ്പോൾ ഉണങ്ങിയ ചെടികൾക്കടിയിൽ എന്തോ ഒരു സംഭവം പ്ലാസ്റ്റിക് കവറിട്ട് കെട്ടിവെച്ചിരിക്കുന്നു. ഇവൾ ഉടനെ ഹീറോയെ വിളിക്കും, ഫ്രാങ്ക് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരൂ, ഇവിടെ എന്തോ ഒന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഫ്രാങ്ക് ഓടി വന്ന് ആ പ്ലാസ്റ്റിക് കവർ അറുത്ത് നോക്കുമ്പോഴാണ് ഒരു പട്ടി ചത്ത് അഴുകി കിടക്കുന്നത് കാണാം. ഇത് അയൽക്കാരുടെ പട്ടിയായിരിക്കണം. അവരെന്നോട് പറഞ്ഞിരുന്നു അവരുടെ പട്ടി കാണാതെ പോയെന്ന്. അത് കേട്ട് ഹീറോയും പറയും, നിനക്ക് എന്നെക്കാളും കൂടുതൽ ഈ കേസിനെ കുറിച്ച് അറിയാലോ. ഞാനാണോ അന്വേഷിക്കുന്നത്, നീയാണോ അന്വേഷിക്കുന്നത്? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കോള് വരുന്നത്. മറ്റൊരു ബോഡിയും കൂടെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഇവരുടനെ പുറപ്പെടും. അതൊരു സോമില്ലാണ്, ഒരു മരപ്പേട്ട. അങ്ങനെ ഞങ്ങളെ നാട്ടിൽ പറയുക, മരമില്ലെന്ന് പറഞ്ഞ രസമല്ല. അവിടെ ഒരു സീരിയസ് ഇഷ്യൂ നടന്നിട്ടുണ്ട്. ആ സോമില്ലിന്റെ ഓണർ മരം മുറിക്കുന്ന യന്ത്രത്തിൽ തന്റെ തല കൊണ്ട് വെച്ച് മുറിച്ച് മരണപ്പെട്ട് കിടക്കുന്നു. ഭയങ്കര കൊടിയ അവസ്ഥയാണ്. ഒരാളും അത് തനിയെ ചെയ്യില്ല. 43 വയസ്സുള്ള അൺമാരീഡായ ഈ സോമിലെ ഓണറാണ് പുള്ളി. ബിസിനസ്സൊക്കെ നന്നായിട്ട് പോവുമായിരുന്നു. ഇന്ന് ജോലിക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങേര് മാത്രമാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആരാണ് ബോഡി ആദ്യമായിട്ട് കണ്ടതെന്ന് ഹീറോയിൻ ചോദിക്കും. ഹെൻറി മോംബ്ലാക്ക് എന്ന് പറയുന്ന ആളാണ് ഈ ബോഡി കണ്ടത്. അങ്ങേര് ഓർഡർ കൊടുത്തിരുന്നു ചില മരങ്ങൾക്ക്. അത് വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ അവസ്ഥ കണ്ടത്. ഹീറോ നോക്കുമ്പോൾ ഒരു ബിയർ ബോട്ടിൽ മാത്രം അവിടെ കിടപ്പുണ്ടാവും, ഇപ്പൊ കുടിച്ചിട്ടതിന്റെ അവസ്ഥയിൽ. എന്നാൽ ഒരു ചെറിയ ബോട്ടിൽ, ഒരു ഹാഫ് ബോട്ടിൽ ബിയർ കഴിച്ചിട്ട് ആരും തല കൊണ്ടുപോയി മെഷീൻ്റെ ഇടയിൽ വെക്കില്ല. ഇത് മറ്റാരോ ചെയ്ത് തന്നെയാണ്. അപ്പോഴാണ് ഹീറോയിന് നേരത്തെ ഹീറോയ്ക്ക് കിട്ടിയില്ല വാൻ്റെ അകത്ത് നിന്നൊരു പ്രേതപ്പാവ. അത് ഇപ്രാവശ്യം ഹീറോയിന് കിട്ടുന്നുണ്ട്. അവരതും എടുത്തിട്ട് ഈ ബോഡി ആദ്യം കണ്ടില്ലേ അയാളെ കാണാൻ ചെല്ലും. മരം വാങ്ങാൻ വേണ്ടി വന്ന ഒരു കസ്റ്റമറാണ് പുള്ളി, മൊബ്ലാങ്ക. പുള്ളി കാര്യങ്ങൾ പറയുന്നു. ഞാൻ ഓർഡർ കൊടുത്തിരുന്നു, അത് ഇന്നാണ് വാങ്ങാൻ വരാൻ പറഞ്ഞത്. ഞാൻ ഒരുപാട് തവണ വിളിച്ചു, മെസ്സേജ് അയച്ചു, റീപ്ലൈ ഒന്നും കിട്ടിയില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരിട്ട് പോയത് മില്ലിലേക്ക്. പക്ഷെ അവസ്ഥ കണ്ട് എനിക്ക് ശ്വാസം മുട്ടിപ്പോയി. ഹീറോയിൻ ചോദിക്കും, മരിച്ച ഡ്രോ കോട്ട്, ആ ഡ്രോ കോട്ടിനെ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടോ? കണ്ടാള് പറയും, ഇല്ല, ഈ മില്ല് ഓണറായിട്ട് മാത്രമേ എനിക്ക് അറിയുള്ളൂ, അല്ലാതെ പേഴ്സണലായിട്ട് പരിചയമൊന്നുമില്ല. ശരി, എന്നാൽ പൊക്കോളൂ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞ് ഇവരയാളെ പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞ് ഈ പാവ കാണുമ്പോൾ ഹീറോ പറയും, ഇതുപോലെ ഒരെണ്ണം അവരുടെ വാനിൽ നിന്നും എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന്. ഹീറോ അത് എടുത്ത് കാണിക്കുമ്പം എക്സാക്ട്ലി രണ്ടും സെയിം അല്ല, പക്ഷെ ഒരേ ആളാണ് രണ്ടും കൊത്തിയിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ഇവരവിടുത്തെ ലോക്കൽ പോലീസുകാരനോട് ചോദിക്കും, മെഴ്സലിൻ, സോൾ ഈറ്റർ എന്ന് ഇവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? പോലീസുകാരൻ പറയും, തീർച്ചയായിട്ടും സോൾ ഈറ്ററിന്റെ കഥ ചെറുപ്പം മുതലേ ഇവിടുത്തെ കുട്ടികളോട് മുതിർന്നവർ പറയാറുണ്ട്. കാടിനകത്തൊരു വലിയ മൃഗമാണത്, ഒരു ബുഗിമാൻ. ഞങ്ങളുടെ നാട്ടിലൊരു ബുഗിമാൻ. അത് മനുഷ്യരുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ട് ഒരു പ്രേതമായി മാറി ബാക്കിയുള്ള മനുഷ്യരെ തിന്നും. ആ പ്രേതം പ്രവേശിച്ചിരിക്കുന്നത് അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു പഴയ കഥ. ഇവരാ പാവയെ കാണിച്ച് ഇതുപോലെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഏകദേശം ഇതുപോലെയാണെന്ന് ആ പോലീസുകാരൻ പറയുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ചർച്ചിലെ പ്രീസ്റ്റിനെ ചെന്ന് കാണും, പുള്ളിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. അപ്പോഴാണ് ഹീറോയിനൊരു കോൾ വരിക. ഹീറോയിൻ മാറിപ്പോകവേ ഈ മെഴ്സലിൻ പോലീസുകാരൻ ഹീറോയോട് പറയും,
ആ പെണ്ണിന്റെ കൂടെ ജോലി ചെയ്യുന്നതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ പെണ്ണ് ആത്മഹത്യക്ക് ശ്രമിച്ചതാ. അതായത് നമ്മുടെ ഹീറോയിൻ, അവളുടെ മോള് മരണപ്പെട്ടു. അതിന്റെ വിഷമത്തിൽ ആ പെണ്ണ് ആത്മഹത്യക്ക് ശ്രമിച്ചായിരുന്നു. മെന്റലി എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നാണ് കേട്ടത്. ഹീറോ പറയും എനിക്കതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല, അവർ ഓക്കെ ആണെന്ന് പറഞ്ഞ് ആ ടോക്ക് അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോഴാണ് ഹീറോയിൻ തിരിച്ചു വന്നിട്ട് ആദ്യം മരിച്ച ദമ്പതികളും ഇപ്പം മരിച്ചിരിക്കുന്ന ഡ്രോക്കോട്ടില്ലേ അവരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറയും. ശരിയെന്ന് പറഞ്ഞ് മെഴ്സലിൻ പോകുന്നുണ്ട്. അപ്പൊ ഹീറോയോട് അവിടുത്തെ കമ്പ്യൂട്ടർ കാണാതെ പോയിട്ടുണ്ട്, പിന്നെ പട്ടിയുടെ ജഡം, ഈ മരപ്പാവ, ഇതെല്ലാം വെച്ചിട്ട് ഈ ചെറിയ വകയില്ലാത്ത എവിഡൻസ് എല്ലാം വെച്ചിട്ട് ഇതൊരു മേർഡർ കേസായിട്ട് പോലും അന്വേഷിക്കാൻ കമ്മീഷണർ സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് നിന്റെ മിസ്സിംഗ് കേസ് ഇതിനോടൊപ്പം ചേർക്കാൻ ശ്രമിക്കുന്നത്. നടക്കില്ല മോനെ, എനിക്കും തിരിച്ചു പോകേണ്ടി വരും എന്നിങ്ങനെ ഹീറോയിൻ പറയുമ്പോഴാണ് ഹീറോ കമ്പ്യൂട്ടർ വേഗം വരുമെന്ന് പറഞ്ഞ് അവൻ അവളെയും വിളിച്ചുകൊണ്ട് ഈ മരപ്പണിക്കാരന്റെ ഓഫീസിലേക്ക് ഓടി വരിക. അപ്പൊ ഇയാളുടെ കമ്പ്യൂട്ടറും ഈ ഡ്രോക്കോട്ട് എന്ന് പറഞ്ഞ ഈ മരപ്പണിക്കാരന്റെ കമ്പ്യൂട്ടറും ഓഫീസിൽ നിന്ന് കാണാതായിട്ടുണ്ട്. പെട്ടെന്നാണ് ഇവരുടെ സീലിംഗിൽ കൂടെ ആരോ ഓടുന്ന ശബ്ദം കേൾക്കുക. തോക്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയ ഹീറോ ചുവന്ന ബാഗ് വിട്ട് ഏതൊരു മുഖംമൂടിക്കാരൻ ഓടുന്നു കാണും. വിടില്ല, പുറകെ തന്നെ ഓടിച്ചെല്ലുന്നു. ഹീറോയിനാണെങ്കിൽ കാറും എടുത്ത് മറ്റൊരു വഴി കൂടെ. ഹീറോ ഓടിച്ചിട്ട് ഒരുപാട് സമയം കാട്ടി കൂടെ അവനെ ഓടിച്ചിട്ട് ഏകദേശം പിടിച്ചു എന്നാവും. പക്ഷെ രണ്ടുപേരും ഉരുണ്ടടിച്ച് തെറിച്ച് വീഴുന്നു. അതിൽ ഹീറോയ്ക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ആ ഓടിയവനും പരിക്കേറ്റു. എന്നാലും അവൻ നിന്നില്ല. അവന്റെ ബാഗും താഴെയിട്ട് ഉള്ള ജീവനും പൊത്തിപ്പിടിച്ച് അവൻ ഏതു വഴിയോ ഓടി രക്ഷപ്പെട്ടു. ഹീറോയ്ക്ക് ഈ ബാഗ് മാത്രമാണ് കിട്ടിയത്. അതിനകത്ത് മരപ്പേട്ടക്കാരന്റെ കമ്പ്യൂട്ടർ ഉണ്ടാവും. ആ കമ്പ്യൂട്ടറിനകത്തെ ഹാർഡ് ഡിസ്ക് മാത്രം അവൻ കുത്തിയെടുത്തിട്ട് ആ കമ്പ്യൂട്ടറും ബാഗും മറ്റെങ്ങോട്ടോ വലിച്ചെറിഞ്ഞ് ഒന്നും കിട്ടാത്ത പോലെ നിൽക്കാണ് ഹീറോയിന്റെ മുന്നിൽ. ഹീറോയിൻ വരുമ്പോഴേക്കും ഇവൻ ആ ഹാർഡ് ഡിസ്ക് ഒളിപ്പിച്ചു വെച്ചു. സോ കിട്ടിയൊരു പുള്ളി ഓടി രക്ഷപ്പെട്ടു. ഇനിയിപ്പോ ദ സോൾ ഈറ്ററിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഹീറോയിൻ ആ നാട്ടിലെ ചർച്ചിലേക്ക് ചെല്ലുന്നു. ആ ചർച്ചിനകത്ത് ഒരു പുസ്തകത്തില് ഈ സോൾ ഈറ്ററിന്റെ കഥ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഈ നാട്ടിൽ മാത്രമുള്ള ഒരു ലോക്കൽ സ്റ്റോറിയാണ്. ഒരു മോൺസ്റ്റർ, ദുഷ്ട കഥാപാത്രം. അതിനെ സാധാരണക്കാരന് കൊല്ലാൻ കഴിയില്ല. ആ സാധാരണക്കാരൻ ദൈവത്തോട് മനംതൊന്ത് പ്രാർത്ഥിച്ച് സ്വർഗകവാടം തുറന്നാൽ ഈ ഭൂമിയിലെ പണ്ടാര സാത്താന്മാരെ തിന്നെ കടിക്കുക കൊല്ല് എന്താച്ച ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ ഒരു സാധനം വരുമെന്നാണ് ഈ കഥ പറയുന്നത്. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രീസ്റ്റ് വരാം. പ്രീസ്റ്റ് വന്നിട്ട് സോളിറ്ററിന്റെ കഥയാണോ? അത് ഇവിടുത്തെ ഒരു ഓൾഡ് ലോക്കൽ സ്റ്റോറിയാണ്. ഓരോ ജനറേഷനായിട്ട് ആൾക്കാർ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ കേസിനും ഈ സോളിറ്ററിനും തമ്മിൽ എന്താ ബന്ധം? ഹീറോയും പറയും എന്റെ കേസിൽ സോളിറ്ററിന്റെ പേര് വീണ്ടും വീണ്ടും വരുന്നു ഫാദർ. ഈ ബുക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആരോ ആണ് ഇതിന് പിന്നിലുള്ളത്. ഫാദർക്ക് അവരാരെങ്കിലും കുറിച്ച് അറിയുമെങ്കിൽ എന്നോട് പറയുമല്ലോ അല്ലേ? ഇത് കേട്ട് ഫാദർ എന്റെ ജോലി അതാണോ ഇൻസ്പെക്ടർ? എനിക്ക് ഒരുപാട് മറ്റ് ജോലികളുണ്ടെന്നും പറഞ്ഞ് പോലീസുകാരെ അവോയ്ഡ് ചെയ്ത് അവിടെ നിന്ന് മാറിപ്പോകും. ഈ നേരം ഹീറോ ആ മരപ്പണിക്കാരന്റെ ഹാർഡ് ഡിസ്ക് കൊണ്ടുവന്ന് തന്റെ കമ്പ്യൂട്ടറിൽ ഇട്ട് നോക്കുമ്പോൾ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫയൽസ് കാണും. പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്ത ഒരുപാട് ഫയൽസ്. ഇവനുടനെ കോർട്ടസ് എന്ന് പറഞ്ഞ അവന്റെ കൂട്ടുകാരനെ വിളിച്ച് ഞാൻ ശരിയായ സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്, എന്റെ കയ്യിൽ കുറെ എൻക്രിപ്റ്റഡ് ഫയൽസ് ഉണ്ട്, അത് ഈ കേസുമായി ബന്ധപ്പെട്ട ആളുടെ കയ്യിൽ നിന്ന് കിട്ടിയതാ, എനിക്കത് തുറക്കാൻ അറിയില്ല, ഞാൻ നിനക്ക് ഇപ്പൊ തന്നെ അത് അയച്ചു തരാം, നീ അത് തുറന്ന് അതിനകത്തുള്ള വിവരങ്ങൾ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് പറയും. ഓക്കെ എന്ന് പറയുന്ന കൂട്ടുകാരൻ. അത് കഴിഞ്ഞ് ഹീറോയിനും വൈകിട്ട് ഡിന്നറിന് പരസ്പരം കണ്ടുമുട്ടുന്നു. ഇവൻ ചോദിച്ച ചില ഫയൽസ് അവൾ കൊടുക്കാമെന്നാണ്. കൊലപാതകങ്ങളിലെ വിറ്റ്നസ്സുമാരില്ലേ അവരുമായിട്ടുള്ള ഇന്റർവ്യൂകളും വിക്ടിം മരിച്ച ആൾക്കാരുടെ ടെലിഫോൺ റെക്കോർഡ്സും ആണത്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഹീറോയിൻ ചോദിക്കും നീ ഏത് സമയത്തും സിഗരറ്റ് കൈ വെച്ച് നടക്കുന്നുണ്ടല്ലോ, എന്താണ് അതിനർത്ഥം? അതിന് പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ? ഹീറോ പറയും ഞാൻ സിഗരറ്റ് വലി നിർത്താൻ നിന്ന അപ്പോഴാണ് ഈ കുട്ടികളെ കാണാതാവുന്ന കേസ് വരാൻ തുടങ്ങിയത്. ഇതെന്റെ അവസാന സിഗരറ്റായിരുന്നു. ഈ കേസ് കഴിയുമ്പോൾ ഞാൻ ഈ സിഗരറ്റ് കത്തിക്കും, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഈ കുട്ടികളെ കാണാതായത് മുതൽ അവരുടെ അച്ഛനമ്മമാരുടെ മുഖത്തു നിന്നും പുഞ്ചിരി മാഞ്ഞുപോയി. പിന്നീട് ഒരിക്കലും അത് തിരിച്ചു വന്നിട്ടില്ല. എനിക്കത് തിരിച്ചു കൊടുക്കണം. ഇത് കേട്ട് ഹീറോയിൻ പറയും ഫ്രാങ്ക് നിനക്കൊരു സത്യം അറിയാലോ, ഒരു മൈനറായ കുട്ടിയെ കാണാതായി 48 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നീട് ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പില്ല. ഇപ്പൊ ഇതിലെ പല കുട്ടികളെയും കാണാതായിട്ട് 6 മാസമായി. അവർക്ക് ജീവൻ ഉണ്ടാവുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഹീറോ പറയും എനിക്കറിയാം, ഞാൻ ആ കുട്ടികളെ ജീവനോടെ എന്നല്ല പറഞ്ഞത്, അവരുടെ ജഡമെങ്കിലും എനിക്ക് വേണം. എല്ലാ പാരന്റ്സിനും അതറിയാം. പക്ഷെ അവർക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ ആ പാരന്റ്സിന് അവകാശമില്ലേ? എനിക്കതറിയണം. നിങ്ങൾക്ക് കുട്ടികളുണ്ടോ മാഡം? ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കും അറിയുമായിരുന്നു ആ വേദന. അത് കേൾക്കുമ്പോൾ ഹീറോയിന്റെ കണ്ണ് നിറയാൻ തുടങ്ങും. അവൾ ഒരു സിപ്പ് വൈനെടുത്ത് കുടിച്ചിട്ട് പറയും എനിക്കൊരു മോളുണ്ടായിരുന്നു, അവളെ സ്കൂളിൽ മറ്റു കുട്ടികൾ ഉപദ്രവിക്കുന്നുണ്ട്, ബുള്ളി ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവൾ എന്നോട് പറയുമായിരുന്നു, ഞാൻ ചെവിക്കൊണ്ടില്ല.
ഞാൻ ജോലി തിരക്കിലായിരുന്നു. അന്നൊരു പ്രത്യേക ദിവസം അവൾ ഓടി വന്ന് എന്നെ കുറേ നേരം കെട്ടിപ്പിടിച്ചു. എനിക്ക് മനസ്സിലായില്ല, പക്ഷെ എന്തോ ഒരു ദുരന്തം നടക്കാൻ പോകുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ തോന്നിയിട്ടും ഞാൻ ജോലിക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ എൻ്റെ മോളില്ല. അവള് വിട്ടുപോയി, എന്നെ വിട്ടുപോയി. ഇതും പറഞ്ഞ് അവള് കരഞ്ഞുകൊണ്ട് ഹീറോയോട് ചോദിക്കും, നിനക്ക് കുട്ടികളുണ്ടോ എന്ന്. ഹീറോ ഇല്ല എന്നാണ് പറയുക. വീണ്ടും ഒരു വൈൻ കുടിക്കാൻ നോക്കുമ്പോൾ അതിലെ കുറച്ച് വൈൻ ഇവന് കൊടുത്ത റിപ്പോർട്ടിലേക്ക് ചിന്തും. ഇവളത് ശരിയാക്കാൻ വേണ്ടി എടുക്കുമ്പോഴാണ് മരിച്ച മില്ലോണറല്ലേ അയാളെ ഒരുപാട് തവണ അവസാനമായിട്ട് കണ്ട മൊബ്ലാങ്ക് എന്ന കസ്റ്റമർ ഒരുപാട് തവണ വിളിച്ചു, മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. എന്നാൽ അവൻ വിളിച്ചിട്ടില്ല, അതിന്റെ റെക്കോർഡ് ഉണ്ടാവില്ല അതിനകത്ത്. സോ അവൻ പറഞ്ഞത് കള്ളമായിരുന്നു. അങ്ങനെയാണെങ്കിൽ കാര്യമായി അവൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. ഇത് ഇവള് പറഞ്ഞു തീരുമ്പോഴേക്കും ആ അവസാനമായി കണ്ട വിറ്റ്നസ് മൊബ്ലാങ്ക് അയാളുടെ വീട് കാണിക്കുന്നു. അയാൾക്കൊരു ഭാര്യയുണ്ട്. ഭാര്യ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഇയാള് ഗ്ലാസ്സിൽ മദ്യം ഒഴിച്ച് പള്ളയും തള്ളി ഇങ്ങനെ രസിച്ച് കുടിച്ച് നടക്കുകയായിരിക്കും. വീടിന് പുറത്ത് ഏതൊരു വാഹനം വന്ന് നിൽക്കുന്ന ഇയാൾ കാണുന്നുണ്ട്. ഉടനെ പുള്ളി അലേർട്ടാവും. ആ വാഹനം മറ്റാരുടെയല്ല, നമ്മുടെ ഹീറോയുടെയും ഹീറോയിന്റെയാണ്. ഇവര് വീടിന് ഫ്രണ്ടിൽ വന്നിട്ട് നമുക്ക് രണ്ട് ഭാഗത്തോടെയും മാറിച്ചെല്ലാം, എന്നാലേ ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഹീറോ പുറകിലൂടെ ഹീറോയിൻ ഫ്രണ്ടിലൂടെ ഇവര് വീടിനകത്തേക്ക് കയറുന്നു. ഇവള് ചെന്ന് നോക്കുമ്പോൾ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പെണ്ണിന്റെ കഴുത്ത് വെട്ടി ബെഡി കിടത്തിയിരിക്കുക. അത് ഏകദേശം മരിച്ചു. രക്തം തടയാൻ കഴിയില്ല. കഴുത്ത് മുഴുവൻ വെട്ടിക്കീറി.